അലക്ക നമ്മളവിടെ ഇപ്പൊ ഈ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടിട്ടേ ഇവിടെ ഇതിന്റെ അടുത്തുള്ള എല്ലാ വീടുകളിലേക്കും മറ്റു സ്ഥാപനങ്ങളിലേക്കൊക്കെ വെള്ളം കയറുന്നുണ്ട്. അപ്പൊ അതിന് നിങ്ങളുടെ ഐഡിയയിൽ എന്താണ് ഒരു പരിഹാരം? ഐഡിയ പറയുകയാണെങ്കിൽ സത്യത്തിൽ ഈ വെള്ളം നല്ല ഈ ഉണ്ടായി കിടക്കുന്ന ഭാഗത്തൊക്കെ വെള്ളം നിൽക്കണല്ലേ, അവിടെ ഏതെങ്കിലും ഒരു വിഗ്രഹം വെച്ച് കൊടുക്കുക. ഇവിടെ പാലത്തിമല റോഡുമല വെച്ച് കൊടുക്കണ്ടേ? അപ്പൊ അതിനുള്ള പരിഹാരം അവർ കണ്ടോളും. മൊത്തത്തിൽ അവിടെ ഏറ്റെടുത്തോളും. അവിടെ എന്തെങ്കിലും ഉണ്ടായിരുന്നു ഇല്ലാന്നാ ഇതിലൊക്കെ കണ്ടോളൂ. പരിഹാരം എപ്പോ കാണും അവിടെ. അപ്പൊ അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവും. അതന്നെയാണ്. വേറെ പിന്നെന്ന് പറഞ്ഞാല് ഇവിടെ ശരിക്കും പറയാമെങ്കിൽ ഭൂമാഫിയ തന്നെയാണ് ഈ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയെന്ന് തന്നെ പറയാം. അത് ഉണ്ടാക്കിയെന്നല്ല, മൊത്തത്തിൽ ഉണ്ടാക്കിയെന്നല്ല. നമ്മളെ ഈ റോഡ് സൈഡുകൾ ഉള്ള പടിഞ്ഞാറായാലും കിഴക്കാണെങ്കിലും അവിടെ ഈ പണ്ട് കാലത്തൊക്കെ ഈ ഈശ്വര കാലത്ത് തന്നെ പൂക്കരവ് കൈത്തോടുണ്ട്. ഈ കൈത്തോട് വലിയ പുഴയിൽ കൂടെ ഇങ്ങനെ കയറി ഇങ്ങനെ റൗണ്ട് ചെയ്ത് പോകും. ആ സംവിധാനമൊക്കെ ഭൂമിക്ക് 30,000 ഉറുപ്പിയുടെ ഭൂമി, 20,000 ഉറുപ്പിയുടെ ഭൂമി, 40,000 ഉറുപ്പിയുടെ ഭൂമിക്കൊക്കെ 5 ലക്ഷം 6 ലക്ഷം കിട്ടണമെന്നുള്ളതിൽ ഒക്കെ തീർത്ത് അതിലെല്ലാ പാർട്ടിക്കാരും എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ണുമീറ്റും. അപ്പം എനിക്ക് കുറേ അറിയുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിവിടെ പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ ഒരു പൂക്കരവുള്ള തോടുണ്ടായിരുന്നു. അത് പകുതി പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ പകുതി പ്രൈവറ്റ് ആവും. അങ്ങനെ കരുതിയത് കയ്യേറിയിട്ട് എടുത്തൊക്കെ ഉണ്ട്. എല്ലാവരും പൈസക്ക് വേണ്ടിയിട്ട് ചെയ്താണ്. അന്ന് പറയുമ്പോൾ ഒരു ആ ചെക്കനക്ക് വിരാന്താണ്, മറ്റേതാണ്, അന്തല്ല കുന്തല്ല എന്നൊക്കെ പറഞ്ഞ കുറേ ആൾക്കാർ. ഇപ്പോൾ ആ അന്ന് എതിർത്തിരുന്ന ആൾക്കാരൊക്കെ ഇപ്പൊ ഒന്ന് വീട് വെച്ചിട്ട് വെള്ളം മുങ്ങിയിട്ട് ഞാൻ ചോദിച്ചിരുന്നു. അല്ല ഇതിന് പരിഹാരം തന്നെ. ഇതൊരു വിഗ്രഹം കൊണ്ടുപോയിട്ട് അവിടെ ഇടുക വെച്ചാൽ മതി. ശരിതാ, എന്തെങ്കിലും വിഗ്രഹം ഇടുക വെച്ചാൽ മതി. പരിഹാരം കണ്ടോളൂ. പിന്നെ പാലൊന്നൊരു പൊടി പോലും കാണുന്നു തോന്നുന്നില്ലേ? അത് ആരിലൊക്കെ ഏറ്റെടുത്തോളൂ. ശരി ശരി. ഇല്ലാത്ത പറയുമ്പോ ഏറ്റെടുക്കുന്ന ടീമുണ്ടല്ലോ അല്ലേ? ഒരു ടീം തന്നെ ഉണ്ട്. കാലഘട്ടം തന്നെ. എന്നാ ശരി. എന്നാ